Hello, it's time to learn one of the negotiable instruments, cheque. According to Negotiable Instruments Amendment and Miscellaneous Provisions Act 2002, cheque is a bill of exchange drawn on a specified banker and not expressed to be payable otherwise on demand, and it includes the electronic image of a truncated cheque and a cheque in the electronic form. Negotiable Instruments Act 1881 2002 5 സെക്ഷൻസ് കൂടി ആഡ് ചെയ്ത് അമെൻഡ് ചെയ്തു. സെക്ഷൻ 143 മുതൽ സെക്ഷൻ 147 വരെയുള്ള പേരന്റ് ആക്ടിലും അതേപോലെ ചെക്ക് ട്രങ്കേഷനിലും ചില കാര്യങ്ങൾ കൂടി അമെൻഡ് ചെയ്തുകൊണ്ട് പുതിയ അമെൻഡഡ് വേർഷനാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അമെൻഡ്മെന്റ് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 2002. എന്താണ് ചെക്ക് ട്രങ്കേഷൻ? Cheque truncation എന്ന് പറഞ്ഞാൽ it is a check clearance system that involves the digitalization of a physical paper check into a substitute electronic form for transmission to the paying bank. നമ്മൾ സാധാരണ ചെക്ക് തയ്യാറാക്കുന്നത് ഒരു പേപ്പറാണ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫോമിലാണ്. അതിനെ ഒരു ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ചില കാര്യങ്ങൾ കൂടി അമെൻഡ് ചെയ്തിട്ടാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് അമെൻഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അമെൻഡ്മെന്റ് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 2002. എന്താണ് ചെക്ക്? എ ചെക്ക് ഈസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. നമ്മൾ പഠിച്ചതാണ് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന്. Cheque is a bill of exchange drawn on a specified banker. ഒരു സ്പെസിഫൈഡ് ബാങ്കറിനാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. ആൻഡ് നോട്ട് എക്സ്പ്രസ്ഡ് ടു ബി പേയബിൾ അതർവൈസ് ഓൺ ഡിമാൻഡ്. അത് ഡിമാൻഡ് ചെയ്യുമ്പോൾ അല്ലാതെ അത് പേ ചെയ്യാൻ പറയുന്നതേയില്ല. എപ്പോഴാണ് അത് പേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എപ്പോഴാണോ അത് ഡിമാൻഡ് ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ് അത് പേ ചെയ്യാൻ പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഇലക്ട്രോണിക് ഇമേജ് ഓഫ് എ ട്രങ്കേറ്റഡ് ചെക്ക്. ഒരു ട്രങ്കേറ്റഡ് ചെക്കിന്റെ ഇലക്ട്രോണിക് ഇമേജ് ഉണ്ട് ആൻഡ് ഓൾസോ എ ചെക്ക് ഇൻ ദ ഇലക്ട്രോണിക് ഫോം. ഇതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അമെൻഡ്മെന്റ് ആൻഡ് മിസലേനിയസ് പ്രൊവിഷൻസ് ആക്ട് 2002 ചെക്കിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. It is a bill of exchange drawn on a specified banker and not expressed to be payable otherwise on demand, and it includes electronic image of a truncated check and a check in the electronic form. So who all are the parties involved in a check? The first person is drawer. He is the person who draws or makes a check. He is giving direction to a specified banker to pay a certain sum of money when that check is payable or submitted for the payment. The second person is drawee. Drawee is a specified banker who has been directed by the drawer to pay the amount. Actually, drawer draws the check which gives a direction to a specified banker. That specified banker is known as a drawee. He has been directed by the drawer to pay a certain sum of money to a particular person or otherwise. The third person is payee. Payee is the person to whom the amount of check is payable. ആർക്കാണ് സ്പെസിഫൈഡ് ബാങ്കർ പേയ്മെന്റ് നടത്തുന്നത് ആ പേഴ്സൺ ആണ് പേയ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഡ്രോയർ തന്നെ ആകാം പേയ്. ഡ്രോയർ തന്നെ ഡ്രോയറിന്റെ പേര് വെച്ച് തന്നെ സെൽഫായിട്ട് വേണമെങ്കിൽ തയ്യാറാക്കി ചെക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്പെസിഫൈഡ് ബാങ്കർ പേയ്മെന്റ് നടത്താം. സോ ഡ്രോയർ തന്നെ ആകാം ചിലപ്പോൾ പേയ്. സോ these are the three parties involved to a check: drawer, drawee and payee. Drawee is the person who draws the check. Drawee is a specified banker who has been directed by the drawer to pay the amount, and payee is the person to whom the amount of check is payable. Sometimes drawer and payee may be the same person. This is a check, an example for check. ചെക്കിൽ ക്ലിയർ ആയിട്ടത് പറഞ്ഞിട്ടുണ്ട്. ചെക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെക്കാണ്. ഈ ചെക്കിൽ ഡേറ്റ് എഴുതണം നമ്മൾ. കൃത്യമായ ഒരു സർട്ടൺ എമൗണ്ട് അത് വേർഡ്സിലും ഫിഗറിലും എഴുതണം. സിഗ്നേച്ചർ ക്ലിയർ ആയിട്ട് സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. താഴെ ഒരു ചെക്ക് നമ്പർ, അതേപോലെ MICR കോഡ്, RBI അക്കൗണ്ട് നമ്പർ, ട്രാൻസാക്ഷൻ കോഡ് എന്നൊക്കെ പറയുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സ് എല്ലാം
നമുക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും നമ്പേഴ്സിനെ കുറിച്ച്. കാര്യം ചെക്കിന്റെ നമ്പറൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ എഴുതേണ്ടി വരാറുണ്ട്. ഫസ്റ്റ് ഒരു 6 ഡിജിറ്റ്സ് കാണുന്നത്, ഈ എക്സാമ്പിളിൽ കാണുന്ന 950020, അതാണ് ചെക്ക് നമ്പർ. നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ ഫിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ ചെക്ക് നമ്പർ എഴുതാൻ പറയുമ്പോൾ ദിസ് ഇസ് ദ ചെക്ക് നമ്പർ, that is 950020. നെക്സ്റ്റ് 3 ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ദ സിറ്റി കോഡ്. അടുത്ത 3 ഡിജിറ്റ്സ് സിറ്റി കോഡാണ്. അതിൻ്റെ അടുത്ത 3 ഡിജിറ്റ്സ് ബാങ്ക് കോഡാണ്. അതിൻ്റെ അടുത്ത 3 ഡിജിറ്റ്സ് ബ്രാഞ്ച് കോഡാണ്. അതാണ് MICR കോഡ് എന്ന് പറയുന്നത്. പിന്നെ RBIയുടെ അക്കൗണ്ട് നമ്പർ കാണും, ട്രാൻസാക്ഷൻ കോഡും കാണും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ചെക്കിൽ പ്രധാനമായിട്ടുമുള്ളത്. ഇത് ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഇങ്ക് character recognition technology ഉണ്ട്, that is MICR technology. It is a character recognition technology to facilitate easy processing of check. പെട്ടെന്ന് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. നമ്മൾ ബാർകോഡ് ഒക്കെ കണ്ടിട്ടില്ലേ, ബുക്കിന്റെ പുറകിലോ അല്ലെങ്കിൽ പ്രൊഡക്ട്സിന്റെ ബിസ്ക്കറ്റിന്റെ റാപ്പറിന്റെ ഒക്കെ പുറകിൽ ബാർകോഡ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ബാങ്കർക്ക് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് MICR ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. that is magnetic ink character recognition technology. ഇതനുസരിച്ച് ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും മാഗ്നറ്റിക് ഇങ്ക് വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്, which contains iron oxide particles that can be magnetized. Then it can be read with the help of an MICR reading machine. ബാങ്കിന് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ചെക്സ് നല്ല സ്പെഷ്യൽ ക്വാളിറ്റി പേപ്പറിൽ പ്രിന്റിംഗ് സ്പെസിഫിക്കേഷനോട് കൂടി തന്നെ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിന്റെ ഏറ്റവും താഴെയുള്ള ഈ കോഡാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ചെക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോഡ് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള ഈ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ചെക്ക് എപ്പോഴും കൈകാര്യം ചെയ്യുമ്പോൾ ഈ നമ്പറിന് ഒരു പ്രശ്നവും പറ്റാതെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുമാണ്. Okay, so this is an example for a check. Then what are the requisites of a valid check? First one is it should be in writing. നമ്മൾ പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഒക്കെ പറഞ്ഞ പോലെ ഇത് ഇൻ റൈറ്റിംഗ് ആണ്, റിട്ടൺ ഫോമിലാണ്. ഓറൽ ഓർഡേഴ്സ് cannot make a check and law has not provided any direction or instruction regarding writing. You can use either a pen or a pencil. പക്ഷേ പെൻസിൽ ആണെങ്കിൽ മിക്കവാറും ബാങ്കർ അത് പെൻ യൂസ് ചെയ്യാൻ പറയും. കാര്യം നമുക്ക് പെട്ടെന്ന് ഇറേസ് ചെയ്യാനായിട്ട് പറ്റും പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് അതിനെ എപ്പോഴും ബാങ്ക് ഡിസ്കറേജ് ചെയ്യാറുണ്ട്. So that is why to avoid future problems, bankers insist the customers not to use pencils in writing checks. So the first condition is it should be in writing. Second one is unconditional order. It is the check actually gives a direction to a specified banker to pay a certain sum of money to a particular person. So it contains an unconditional order. Conditional order ആണെങ്കിൽ ഒരിക്കലും ചെക്ക് അല്ല. ഇന്ന പേഴ്സൺ ഇന്ന കാര്യം ബാങ്കർക്ക് തരുകയാണെങ്കിൽ ഇതിന്റെ പേയ്മെന്റ് നടത്തിക്കോളൂ, അങ്ങനെ ഒരു കണ്ടീഷണൽ ഓർഡർ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആവുന്നില്ല. സോ അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം ചെക്കിൽ പറയേണ്ടത്. Then check is always drawn on a specified banker. ഒരു സ്പെസിഫൈഡ് ബാങ്കർക്കാണ് ഇത് എപ്പോഴും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ പേഴ്സണ് ഒരു ബാങ്കുമായിട്ട് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിൽ ചെക്ക് വേണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ കസ്റ്റമർക്ക് ബാങ്ക് ചെക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ചെക്ക് ബുക്കിന്റെ കൃത്യമായ കണക്കും ചെക്ക് ബുക്കിന്റെ നമ്പേഴ്സും ഏത് നമ്പർ മുതൽ ഏത് നമ്പർ വരെയുള്ളതാണ് ആ കസ്റ്റമർക്ക് കൊടുത്തിട്ടുള്ളതെന്ന് ക്ലിയർ ആയിട്ട് ബാങ്ക് അത് കറക്റ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ ഡേറ്റ എല്ലാം. സോ ദിസ് ചെക്ക് ഈസ് ആക്ച്വലി ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ, ഒരു ബാങ്കർക്കാണ്. എന്നിട്ടാണ് പറയുന്നത്, ബാങ്കറോട് പറയാണ് ഇന്ന പേഴ്സണ് ഇത്ര എമൗണ്ട് കൊടുക്കണം എന്ന് പറയുന്നു. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ ആൻഡ് ഇറ്റ് ഷുഡ് ബി സൈൻഡ് ബൈ ദ മേക്കർ. ആരാണോ അത് തയ്യാറാക്കുന്നത് ആ പേഴ്സൺ അത് സൈൻ ചെയ്തിട്ടുണ്ടാവണം. തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഏത് അക്കൗണ്ടിന്റെ മുകളിലുള്ള ചെക്ക് ബുക്കിലാണ് അല്ലെങ്കിൽ ചെക്ക് ലീഫിലാണ് ഒരു ഓർഡർ കൊടുക്കാൻ പോകുന്നതെങ്കിൽ ആ ചെക്ക് ബുക്ക് ആ കസ്റ്റമറിന്റെ സിഗ്നേച്ചർ തന്നെ ആയിരിക്കണം ആ ചെക്കിൽ ഉണ്ടാവേണ്ടത്. ദെൻ
ദ പേയ്മെന്റ് ഓഫ് certain സം ഓഫ് മണി. ഒരു പെർട്ടിക്കുലർ കൃത്യം ഒരു സം ഓഫ് മണി കൊടുക്കണം എന്നതായിരിക്കണം. അല്ലാതെ ലെസ് ദാൻ 10,000, മോർ ദാൻ 20,000 എന്നൊരു വേഗമായിട്ടുള്ള ഒരു നമ്പർ ഒന്നും പറയാൻ പാടില്ല. ക്ലിയർ ആയിട്ട് ഇത്ര രൂപ, അത് വേർഡ്സിലും ഫിഗറിലും എഴുതിയിട്ടുണ്ടാവണം. ദ പേ മസ്റ്റ് ബി സർട്ടൺ. ക്ലിയർ ആയിട്ട് പറയണം. അത് സ്വന്തമായിട്ട് എടുക്കാനാണോ, സെൽഫായിട്ട് ഡ്രോ ചെയ്തെടുക്കാനാണോ, അതോ ഇന്നൊരു പെർട്ടിക്കുലർ പേഴ്സൺ ആണോ എന്ന് ക്ലിയർ ആയിട്ട് അത് എഴുതിയിട്ടുണ്ടാവണം. ആൻഡ് എമൗണ്ട് പേയബിൾ ഓൺ ഡിമാൻഡ്. അത് ഓക്കെ, തയ്യാറാക്കിക്കോളൂ ഡ്രോയർ. പക്ഷേ ആ ചെക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിങ് അവേഴ്സിൽ സബ്മിറ്റ് ചെയ്താൽ, ഡിമാൻഡ് ചെയ്താൽ മാത്രമേ അത് കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. So these are the requisites of a valid check. Then there are certain terminologies related to check. The very first one is bearer check. A bearer check is one which is made payable to the bearer of the check. ആരാണോ ആ ചെക്ക് കൊണ്ടുവരുന്നത് ആ പേഴ്സണ് പേ ചെയ്യാം, അല്ലെങ്കിൽ ആ പേഴ്സണ് പേ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചെക്സ് എല്ലാം എന്താണ്? ബെയറർ ചെക്സ് ആണ്. The name of the payee need not be written in a bearer check. പേയുടെ പേരുണ്ടാവില്ല. പേയുടെ പേര് എഴുതി കഴിഞ്ഞാൽ ആ പേയി ആരാണോ ആ പേഴ്സണ് മാത്രമേ കൊടുക്കുകയുള്ളൂ. A bearer check can be transferred from one person to another by mere delivery, and no endorsement is actually required for these bearer checks. And a bearer check is payable at the bank counter to the person who brings it for payment. ബാങ്ക് കൗണ്ടറിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ ക്യാഷ് ആയിട്ട് കൊടുക്കുകയും ചെയ്യും. ആ സമയത്ത് ഈ ബെയറർ ചെക്കിന്റെ പുറകിൽ ആരാണോ സബ്മിറ്റ് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്ത ആളുടെ പേരും സിഗ്നേച്ചറും ഡേറ്റും ആ സമയത്ത് എൻഡോസ് ചെയ്യിപ്പിക്കാറുണ്ട് ബാങ്കേഴ്സ്. സോ അതുകൊണ്ട് തന്നെ ആർക്കാണ് ഈ എമൗണ്ട് കൊടുത്തതെന്ന് ക്ലിയർ ആയിട്ട് ബാങ്കർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് വൺ ഈസ് ഓർഡർ ചെക്ക്. ഓർഡർ ചെക്ക് ആർ ദോസ് ചെക്ക് വിച്ച് ഈസ് ആക്ച്വലി പേയബിൾ ടു എ certain person. പേയ് ക്ലിയർ ആയിരിക്കും. അവിടെ ആർക്കാണ് അത് കൊടുക്കേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ചെക്സ് എല്ലാം എന്താണ്? ഓർഡർ ചെക്സ് ആണ്. ദിസ് ഓർഡർ ചെക്സ് cannot be transferred from one person to another because അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നയാൾക്ക് കൊടുക്കണമെന്ന്. അതുകൊണ്ട് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർ ആയിട്ടുള്ള എൻഡോഴ്സ്മെന്റ് ആവശ്യമുണ്ട്. അതേപോലെ the banker should make proper inquiry about the identity of the payee before honoring the check. അത് പേയ്മെന്റ് നടത്തുന്നതിന് മുന്നേ ക്ലിയർ ആയിട്ട് അതിന്റെ ഐഡന്റിറ്റി ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ബാങ്കർ കൊടുക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ID കാർഡൊക്കെ കാണിക്കണം. ആധാർ കാർഡോ ID കാർഡോ ഒക്കെ കാണിച്ച് നമ്മൾ തന്നെയാണ് പേയി, ഞാൻ തന്നെയാണ് പേയി എന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും ബാങ്കർ പേയ്മെന്റ് കൊടുക്കുക. സോ ഫസ്റ്റ് വൺ ബെയറർ ചെക്ക്, സെക്കൻഡ് വൺ ഓർഡർ ചെക്ക്, ദെൻ നെക്സ്റ്റ് വൺ ഈസ് MICR ചെക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു MICR കുറച്ചുകൂടി പ്രോസസ്സിംഗ് സിസ്റ്റം ഈസി ആക്കാൻ വേണ്ടി മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് MICR ചെക്സിനെ കുറിച്ച്. ഓക്കെ, ദെൻ ഓപ്പൺ ചെക്ക്. Cash is available over the counter of the bank in the case of open check. അത് നമുക്ക് കൗണ്ടറിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് അപ്പോൾ തന്നെ കൊടുക്കുന്നതാണ് ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത്. The check can be endorsed to another person by signing on the reverse side of the check. ആ ചെക്കിന്റെ പുറകിൽ എൻഡോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു പേഴ്സണിലേക്ക് നമുക്കത് മാറ്റാം എന്നുള്ളതാണ്. വേറൊരു പേഴ്സൺ അത് കൈമാറാൻ പറ്റും ഓപ്പൺ ചെക്ക്. ക്രോസ്ഡ് ചെക്ക് ഉണ്ട്. ക്രോസ് ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ടോപ്പ് കോർണറിൽ, ലെഫ്റ്റ് സൈഡ് ടോപ്പ് കോർണറിൽ രണ്ട് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈൻ വരച്ച് ക്രോസ് ചെയ്യുന്ന രീതിയാണ് ക്രോസ്ഡ് ചെക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. When a check is crossed, the payment cannot be made by the banker over the counter. കൗണ്ടറിലൂടെ ക്യാഷ് കൊടുക്കില്ല. പകരം ആരാണോ പേയി, ആ ചെക്കിൽ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് ആ പേയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അല്ലാതെ ക്യാഷ് ആയിട്ട് കൊടുക്കില്ല ക്രോസ്ഡ് ചെക്കിന്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ചെക്ക് ചിലപ്പോൾ കളവ് പോയാലോ, അപ്പോൾ മറ്റാർക്കെങ്കിലും അത് സബ്മിറ്റ് ചെയ്ത് ബാങ്കർ ക്യാഷ് ആയിട്ട് കൊടുത്താലോ, അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ക്രോസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലെഫ്റ്റ് സൈഡ് ടോപ്പ് കോർണറിൽ ക്രോസ് ചെയ്ത് കൊടുത്താൽ ആ പേയുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ അത് ഇടുകയുള്ളൂ. പേയ്ക്കപ്പോൾ എവിടെ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. Then antedated check. Antedated check എന്ന് പറഞ്ഞാൽ if the drawer of a check writes a date earlier than the date on which the check is actually drawn is called antedated check. For example, നാളെയാണ് ചെക്ക് ശരിക്കും ഡ്രോൺ ചെയ്യേണ്ടത്, പക്ഷെ ഇന്നേ തയ്യാറാക്കി. ആന്റിഡേറ്റഡ്, നേരത്തെ തയ്യാറാക്കി എന്നുള്ളതാണ്. പക്ഷെ അതൊരു ലീഗൽ ഇഷ്യൂ ഒന്നുമല്ല. കാര്യം ഒരു ചെക്കിന് 3 മാസം സമയമുണ്ട് അത് എൻകാഷ് ചെയ്യാൻ.
അതിൻ്റെ ഉള്ളിൽ അത് സബ്മിറ്റ് ചെയ്താൽ അത് എൻകാഷ് ചെയ്യുന്നുള്ളതാണ്. സോ ആൻറ്റി ഡേറ്റഡ് ചെക്ക് എപ്പോഴും വാലിഡ് ചെക്ക് തന്നെയാണ്. അതായത് ഡ്രോ ചെയ്യേണ്ട ഡേറ്റിന് മുന്നേ തന്നെ ഡ്രോ ചെയ്യേണ്ട ഡേറ്റ് ഇട്ട് തയ്യാറാക്കുന്നതാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. പോസ്റ്റ് ഡേറ്റഡ് ചെക്സ് ഉണ്ട്. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ എ ചെക്ക് വിച്ച് ബെയേഴ്സ് എ ഡേറ്റ് ലേറ്റർ ദാൻ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഡേറ്റ് ഓഫ് ഇഷ്യൂവിന് ശേഷമുള്ള ഒരു ഡേറ്റ് ഇട്ടിട്ട് കൊടുക്കുന്നതാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. ഫോർ എക്സാമ്പിൾ, എ ചെക്ക് വിച്ച് ഈസ് ഡ്രോൺ ഓൺ 15th March 2020 മേ ഹാവ് ഡേറ്റ് ഓഫ് 30th March 2020. അതായത് 15th March തന്നെ നമ്മൾ തയ്യാറാക്കുന്നു. അതായത് പക്ഷേ ചെക്കിൽ എഴുതാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30th March ആണ്. എ ചെക്ക് വിച്ച് ഈസ് ഡ്രോൺ ഓൺ 15th March may have date of 30th March 2015. പക്ഷെ അത് എന്ത് ചെയ്യണം? അത് 30th Marchന് ശേഷം സബ്മിറ്റ് ചെയ്താൽ മാത്രമേ എൻകാഷ് ചെയ്യുള്ളൂ എന്നുള്ളൂ. പക്ഷേ 15th Marchന് തന്നെ വേണമെങ്കിൽ നമുക്കത് തയ്യാറാക്കി വെക്കാം എന്നുള്ളത്. സോ ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റിന് മുന്നേ തന്നെ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇഫ് ദ ഡ്രോയർ ഓഫ് ദ ചെക്ക് റൈറ്റ്സ് എ ഡേറ്റ് ഏർലിയർ ദാൻ ദ ഡേറ്റ് ഓൺ വിച്ച് ചെക്ക് ഈസ് ആക്ച്വലി ഡ്രോൺ, ഇറ്റ് ഈസ് കോൾഡ് ആൻറ്റി ഡേറ്റഡ് ചെക്ക്. ആൻറ്റി ഡേറ്റഡ് ചെക്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂവിന് മുന്നേ ഉള്ള ഒരു ഡേറ്റ് ആയിരിക്കും ഉണ്ടാവുക. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഡ്രോൺ ചെയ്യുന്ന ഡേറ്റിന് ശേഷം വരുന്ന ഒരു ഡേറ്റ് ആയിരിക്കും പോസ്റ്റ് ഡേറ്റഡ് ചെക്സ് എന്ന് പറയുന്നത്. പക്ഷെ പോസ്റ്റ് ഡേറ്റഡ് ചെക്സ് എന്ന് പറയുന്നത് ചെക്ക് 30th March അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണോ അതിൽ പറഞ്ഞിട്ടുള്ളത് ആ ഡേറ്റിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അത് എൻകാഷ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. Then stale check. If a check is not presented for payment within a reasonable period after the date of its issue. ഇനി ചെക്ക് 3 മാസമാണല്ലോ സമയം, അതിൻ്റെ കാലാവധി. ആ 3 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുന്നില്ല, ഔട്ട് ഓഫ് ഡേറ്റ് ആയി പോയാൽ അതിനെ നമ്മൾ സ്റ്റെയിൽ ചെക്ക് എന്ന് പറയും. Those checks are known as stale check. A stale check will be returned by the banker unpaid after marking it as out of date. Out of date എന്ന് എഴുതിയിട്ടുണ്ടാവും ബാങ്കർ അതിൽ. Then mutilated check. A mutilated check is a check which is torn into 2 or more pieces in such a way that its contents are not readable by the banker. അത് കീറിപ്പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുള്ള ചെക്സ് ഒക്കെയാണ് മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. അത് ബാങ്ക് ഒരിക്കലും എൻകാഷ് ചെയ്യില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടാവണം അതിൻ്റെ ഡ്രോയറിൽ നിന്ന്. അങ്ങനെയെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. സാധാരണ രീതിയിൽ മ്യൂട്ടിലേറ്റഡ് ചെക്ക് ഒന്നും എൻകാഷ് ചെയ്യില്ല, പുതിയൊരു ചെക്ക് ഇഷ്യൂ ചെയ്യേണ്ടി വരും. Then marking of check. Marking or certification of check means certifying a check as good for payment by the drawee bank. Drawee bank അതിൽ good for payment എന്ന് പറയുന്നു. കാരണം ഒരു ചെക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ചെക്ക് ഡ്രോയറുടെ പേരിലുള്ളതായിരിക്കുമല്ലോ. ആ ചെക്ക് ആ ഡ്രോയറുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്, ഇനഫ് ബാലൻസ് ഉണ്ട്, അത് പേയ്മെന്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആണ്, ഗുഡ് ഫെയ്ത്ത് ആണ് എന്ന് കാണിക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്യുന്നതാണ് മാർക്കിംഗ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രോണിക് ചെക്ക്. ഇലക്ട്രോണിക് ചെക്ക് നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ഫോം ഒരു പേപ്പർ ഫോമിലുള്ളതാണ് ചെക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലും ഒരു ചെക്ക് തയ്യാറാക്കാം. ഈ നേരത്തെ പറഞ്ഞ പോലെ MICR ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അത് എൻകാഷ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിൻ്റെ ചെക്ക് ട്രങ്കേഷൻ, അതായത് ഈ ഡിജിറ്റലൈസേഷൻ ഓഫ് ചെക്സിനെ കുറിച്ച് പ്രത്യേകം അമെൻഡ്മെന്റ്സ് വന്നിട്ടുണ്ട്. അതാണ് 5 അമെൻഡ്മെന്റ്സ് കൂടി വന്നു എന്ന് ഞാൻ പറഞ്ഞത്. സെക്ഷൻ 143 മുതൽ 147 അതിൽ ചെക്ക് ട്രങ്കേഷൻ്റെ കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ചെക്ക് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫോർമാലിറ്റീസ്, അതിൻ്റെ പ്രോസസ്സിംഗ് സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ ഈ ലേറ്റസ്റ്റ് അമെൻഡ്മെന്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 2002 അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ദീസ് ആർ ദ വേരിയസ് ടെർമിനോളജീസ് റിലേറ്റഡ് ടു ചെക്ക്. Then what is the difference between check and bill of exchange? ചെക്ക് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 2002 പറയുന്നുണ്ട്. ചെക്ക് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചെക്കും ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. എ ചെക്ക് ഈസ് ആക്ച്വലി എ പ്രിന്റഡ് ഫോം. നമ്മൾ പറഞ്ഞു ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞു. അത് ഇറ്റ് ഷുഡ് ബി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിന്റഡ് ഫോം ഓൾറെഡി ബാങ്ക് കൊടുക്കുന്നുണ്ട്, ചെക്ക് ബുക്കായിട്ട് ഒരു ചെക്ക് ലീഫ് കൊടുക്കുന്നുണ്ട്. ആ പ്രിന്റഡ് ഫോമിലാണ് ഈ ഡ്രോയർ പേരും എമൗണ്ടും സിഗ്നേച്ചറും ഡേറ്റും ഒക്കെ ഇടുന്നത്. സോ ഒരു ചെക്ക് ഒരു പ്രിന്റഡ് ഫോം ആണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു പ്രിന്റഡ് ഫോമിലാകണമെന്നില്ല, കംപ്ലീറ്റ് ആയിട്ടും അത് റിട്ടൺ ഫോമിലും ആകാം. Then drawee എന്ന് പറയുന്നത് in case of check it is only a specified banker.
ഡ്രോയി എപ്പോഴും ചെക്കിന്റെ കാര്യത്തിൽ ഒരു സ്പെസിഫൈഡ് ബാങ്കർ ആയിരിക്കും. പക്ഷെ ഇൻ കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് ക്യാൻ ബി എനി പേഴ്സൺ. Then in case of bill of exchange, acceptance by the drawee is compulsory. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് തയ്യാറാക്കുന്നത് ആരാണ്? സെല്ലറാണ്. ഒരു ഓർഡർ ചെയ്യാണ്, ഇന്ന ഡേറ്റിൽ ഇത്ര രൂപ കൊടുക്കണം, ഞാൻ കൊടുത്തോളാം എന്ന് ഈ പറയുന്ന ബയർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആവുന്നുള്ളൂ. പക്ഷേ ആ ടൈപ്പിലുള്ള അക്സെപ്റ്റൻസ് ഒന്നും ചെക്കിന് ആവശ്യമില്ല. In case of payment, check is always payable on demand. But in case of bill of exchange, it can be payable on demand or after a specified period it can be paid. In case of dishonor, no notice is required in case of check, but notice to all specified persons is required in case of bill of exchange. And drawer is liable in case of check, while drawee is liable in case of bill of exchange. Bill of exchange il njan kodutholam ennu accept cheyidirikkunna drawee aanu. So drawee is liable. ചെക്ക് എന്ന് പറയാൻ തയ്യാറാക്കുന്ന ഡ്രോയർ ആണ്. ഡ്രോയറുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ മാത്രമാണ് പേയ്മെന്റ് നടത്താൻ സാധിക്കുകയുള്ളൂ, എൻകാഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡ്രോയർ ഈസ് ലയബിൾ ഇൻ കേസ് ഓഫ് ചെക്ക്. ഡേയ്സ് ഓഫ് ഗ്രേസ്. ആക്ച്വലി ഗ്രേസ് ഡേയ്സ് ആർ അലൗഡ് ഓൺലി ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, നോട്ട് ഇൻ ചെക്ക്. ആൻഡ് ക്രോസിംഗ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, ക്രോസിംഗ് ഓഫ് ചെക്സിന്റെ ക്രോസിംഗിന്റെ കാര്യം പറഞ്ഞു. ദിസ് ടൈപ്പ് ഓഫ് ക്രോസിംഗ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ ചെക്ക്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. And in case of bill of exchange, proper stamping is actually required. It's a must that a bill of exchange should be duly stamped. But in case of check, not required. A stamp is not required. Then countermanding. In case of countermanding means cancellation of a check or a cancellation of bill of exchange. Countermanding means cancellation. In case of check, a drawer can countermand payment before the payment. അതിന്റെ ആ ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, ബാങ്കറിനെ വിളിച്ച് അത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പക്ഷേ in case of bill of exchange cannot be countermanded. Then stop payment on receipt of notice of death, insolvency or insanity of drawer. ചെക്ക് എന്ന് പറയുന്നത് എൻകാഷ് ചെയ്യാൻ പറ്റില്ല. അതായത് ഡ്രോയറിന്റെ ഡെത്തിലോ ഡ്രോയർ ഇൻസോൾവെന്റ് ആവുകയോ ഡ്രോയർ ഇൻസെയിൻ ആവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചെക്കിന്റെ പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അങ്ങനെ സ്റ്റോപ്പ് പേയ്മെന്റ് ഒന്നും ഇല്ല. വേണമെങ്കിൽ അത് എന്താ പറയാ, ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു സ്റ്റോപ്പ് ദ പേയ്മെന്റ്. ഓക്കെ. ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വെച്ചാൽ ഒരു എന്താ പറയുക, ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണല്ലോ. ചെക്കും ഒരു ട്രാൻസ്ഫറബിൾ ആണ്. പക്ഷെ അതേസമയം അത് ആ ഒരു പെർട്ടിക്കുലർ ഡ്രോയറിന്റെ അക്കൗണ്ടിലെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഡ്രോയറിന്റെ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചെക്കിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത്. സോ ഓൺ റെസിപ്റ്റ് ഓഫ് നോട്ടീസ് ഓഫ് ഡെത്ത്, ഇൻസോൾവൻസി ഓർ ഇൻസാനിറ്റി ഓഫ് എ ഡ്രോയർ, ബാങ്ക് ഡെഫിനറ്റ്ലി സ്റ്റോപ്സ് പേയ്മെന്റ് ഫോർ ദോസ് ചെക്സ്. പക്ഷെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അങ്ങനെയില്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ച് സബ്മിറ്റ് ചെയ്താൽ അതിന്റെ പേയ്മെന്റ് കൊടുക്കാമെന്നുള്ളതാണ്. ദെൻ ഇതിന്റെ യൂസ് ആണ്. ചെക്ക് എന്ന് പറയുന്ന ഒരു പേയ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരാൾക്കൊരു പേയ്മെന്റ്, ജസ്റ്റ് അത്രേ ഉള്ളൂ. അതേസമയം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആസ് എ മീൻസ് ഓഫ് ഫിനാൻസിങ് ബിസിനസ് ഫിനാൻസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു 2 lakh rupeesന്റെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരുടെ കയ്യിലാണോ ആ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സിന് വേണമെങ്കിൽ ഒരു ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് വേണമെങ്കിൽ ക്യാഷ് ആക്കി എടുക്കാം. അതിന്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ബാങ്കർ അത് എന്ത് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്ത് അതിന്റെ പേയ്മെന്റ് റിസീവ് ചെയ്യും. So bill of exchange is actually used as a means of financing business. കുറേ ബിസിനസ് ട്രാൻസാക്ഷൻസിന്റെ ഫിനാൻസിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നത്. ചെക്ക് അങ്ങനെയല്ല, ജസ്റ്റ് ലൈക്ക് എ പേയ്മെന്റ്. ഒരാൾക്കൊരു പേയ്മെന്റ് കൊടുക്കണം, ആ ഒരു അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ചെക്ക് എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് ബാങ്കർക്കാണ് ഡ്രോ ചെയ്യുന്നത്. ആ ഡ്രോയർക്ക് ആ പെർട്ടിക്കുലർ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവണം. ഇനി പേയ്ക്ക് കൊടുക്കുമ്പോൾ അത് സെർട്ടൻ ടൈപ്പ് ഓഫ് ചെക്ക് ആണെങ്കിൽ മാത്രം ക്യാഷ് കൊടുക്കും. അല്ലാത്ത സിറ്റുവേഷൻസിലെല്ലാം ആ പേയ്ക്കും അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതികളൊക്കെയാണ് ചെക്കിലുള്ളത്. So these are the major differences between check and bill of exchange, but still the definition defines a check as a bill of exchange. Thank you.